ഫ്രണ്ട്സ്, എന്താണ് വിശേഷങ്ങൾ, എന്താണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോണത് കോഡ് 95 പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ വീഡിയോസിലും കാര്യങ്ങളിലെല്ലാം നമ്മളെപ്പോഴും പറയണ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് കോഡ് 95 എന്ന്. അപ്പോൾ കുറേ ആളുകൾക്കൊന്നും അതെന്താണെന്നുള്ള സംഭവം ഒരു വ്യക്തത ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. എന്താണ് കോഡ് 95, അല്ലെങ്കിൽ എന്താണ് എക്സാം, എന്തിനെ പറ്റിയിട്ടാണ് എക്സാം, അല്ലെങ്കിൽ അത് എന്തിനുള്ളതാണ് എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ടാവും. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ റീസെൻ്റായിട്ട് എനിക്ക് എന്താ പറഞ്ഞാൽ എൻ്റെ മറ്റേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നു. അപ്പോൾ ആ കോഡ് 95 എന്താണ്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ ആ ഒരു സംഭവത്തിനെ പറ്റിയിട്ട് ഒരു ക്ലാരിഫിക്കേഷനാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ നമ്മൾ പറയണതിൽ എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിരുത്താൻ ശ്രമിക്കുക. കാരണം മനുഷ്യനാണ്, തെറ്റ് പറ്റാം. അല്ലെങ്കിൽ നമ്മളിത് ഒരൊറ്റ സ്ട്രെച്ചിൽ പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അങ്ങോട്ടും മാറിപ്പോവാം. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻ്റായിട്ട് എന്താണെങ്കിലും പറയണം. പിന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം കാര്യങ്ങൾ മുഴുവനായിട്ട് കേട്ടാലാണ് നമുക്കൊരു വ്യക്തത കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പറയാണ്. അപ്പോൾ കാര്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ കോഡ് 95 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏറ്റവും സിമ്പിളായിട്ട് എനിക്ക് മനസ്സിലാക്കി തരാൻ പറ്റുന്നൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് ഇതെന്താണ് സംഭവം എന്നൊരു മനസ്സിലാക്കി തരാൻ പറ്റിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ നാട്ടിൽ ഹെവി ലൈസൻസ് എടുത്തുകൊണ്ട് മാത്രം നമുക്ക് ബസ്സോ അല്ലെങ്കിൽ ട്രക്കോ അല്ലെങ്കിൽ അവിടുത്തെ ടോറസോ ടിപ്പറോ ഓടിക്കാൻ പറ്റില്ല. ഹെവി ലൈസൻസിൻ്റെ കൂടെ തന്നെ നമുക്ക് ബാഡ്ജ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പാസഞ്ചർ വണ്ടിയായാലും ഈ ഗുഡ്സ് വണ്ടിയൊക്കെ ഓടിക്കുമ്പോഴും വേണം, ഗുഡ്സ് വണ്ടിക്ക് വേണം എന്നാണ് എൻ്റെ വിശ്വാസം. ബാഡ്ജ്, ഹെവി വിത്ത് ബാഡ്ജ്, അതാണ് അവിടെ നമ്മുടെ നാട്ടിലാണെങ്കിലും ലൈസൻസിൻ്റെ ഒരു സംഭവം. അപ്പോൾ ആ ബാഡ്ജ് ടെസ്റ്റ് നമ്മുടെ നാട്ടിൽ ലൈസൻസിൻ്റെ ടെസ്റ്റ് കൂടാണ് നടത്തിയിട്ടാണ് ബാഡ്ജ് ടെസ്റ്റ് നടത്തുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെയും. ട്രക്കിൻ്റെ ലൈസൻസിൻ്റെ കൂടെ അല്ലെങ്കിൽ ബസ്സിൻ്റെ ലൈസൻസിൻ്റെ കൂടെ നമുക്കതിൻ്റെ കോഡ് 95 കൂടി, അതായത് ജി കെ കാർഡ് അല്ലെങ്കിൽ കോഡ് 95 അല്ലെങ്കിൽ CPC എക്സാം, ഇങ്ങനെ പല പേരുകളുണ്ട് ഈ സംഭവത്തിന്. അതിൽ കോഡ് 95 എന്നാണ് ഇവിടെ കോമൺ ആയിട്ട് ഈ സാധനത്തിന് യൂസ് ചെയ്യണത്. ഈ ഒരു കാർഡിനെ കോഡ് 95 കാർഡ് എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ GK കാർഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് കോമൺ ആയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ പേര് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. അതായത് നമ്മുടെ നാട്ടിൽ ബാഡ്ജ് പോലെ തന്നെയുള്ള ഒരു സംഭവമാണ് ഈ GK കാർഡ്. ലൈസൻസിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ആ ഒരു കാർഡിന് വാലിഡിറ്റി വേണം, അല്ലെങ്കിൽ ആ ഒരു എക്സാം നമ്മൾ പാസ്സായിരിക്കണം. അതാണ് ആ കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കാർഡ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂറോപ്പിലേക്ക് ആദ്യമായിട്ട് ഇപ്പോൾ ഒരു ട്രക്ക് ഡ്രൈവറായിട്ടോ ഇനി അല്ല വേറെ എന്ത് ജോലിയായിട്ട് വന്നിട്ടും ട്രക്ക് ഡ്രൈവറായിട്ട് നമുക്ക് മാറണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റത്തെ നമ്മുടെ കടമ്പ എന്ന് പറയുന്നത് GK ആണ്, അല്ലെങ്കിൽ കോഡ് 95 ആണ്. കാരണം കോഡ് 95 എക്സാം പാസ്സാവണം. അത് നമ്മൾ ട്രക്ക് ഡ്രൈവറായിട്ട് വന്നാലും അല്ലാണ്ട് നമ്മളിപ്പോൾ ഒരു വെയർ ഹൗസിലേക്ക് എന്തെങ്കിലും ജോലി വന്നിട്ട് നമുക്ക് എന്താ പറയുക ഡ്രൈവറായിട്ട് മാറണമെങ്കിലും നമ്മൾ ആദ്യം പോയി കോഡ് 95 എക്സാം വേണം നമ്മൾ പോയിട്ട് എഴുതാനായിട്ട്. അപ്പം ഞാൻ കോഡ് 95 എഴുതിയത് ഹംഗറിയിലാണ്. ഞാൻ ഹംഗറിയിലാണ് വന്നത്. അതുകൊണ്ട് ഹംഗറിയിലെ കോഡ് 95 ആണ് ഞാൻ എഴുതിയത്. അപ്പോൾ ഹംഗറിയിലെ കോഡ് 95 പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്കൊരു നാട്ടിലെ മറ്റേ ശരിയും തെറ്റും ടിക്ക് ചെയ്യണ പരിപാടി ഉണ്ടല്ലോ. ഒരു ക്വസ്റ്റ്യൻ, അതിന് 4 ആൻസർ വന്നിട്ട് അതിന് റൈറ്റ് ഒരെണ്ണം പിക്ക് ചെയ്യണ പരിപാടി ഉണ്ടല്ലോ, അതൊന്ന്. പിന്നെ രണ്ടാമത്തെ പറഞ്ഞ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ നമുക്കൊരു സാഹചര്യം തരും. ഇപ്പോൾ നമ്മുടെ ഒരു ഉദാഹരണം പറയണം. നമ്മളിപ്പോൾ ഒരു ട്രക്ക് ഓടിച്ച് പോകുമ്പോൾ നമ്മുടെ ട്രക്ക് ADR ട്രക്കാണ്, അതായത് ഡേഞ്ചറസ് ഗുഡ്സ് ക്യാരി ചെയ്യണ വണ്ടിയാണ്. അതൊരു ടണലിനകത്ത് വെച്ചിട്ട് നമ്മുടെ ടയർ ബ്ലാസ്റ്റ് ആവുക അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബ്രേക്ക് ഡൗൺ ആയിട്ട് ഒരു ടണലിനകത്ത് നിന്നു. അപ്പോൾ അതിന് നമ്മൾ ചെയ്യണ പ്രൊസീജിയർ എന്താണ്? ആ പ്രൊസീജിയർ നമ്മുടെ നാട്ടിൽ essay ഒക്കെ എഴുതണ പോലെ പോയിന്റ് ആയിട്ടാണെങ്കിൽ പോയിന്റ് ആയിട്ട് essay എഴുതണ പോലെ എഴുതണമെങ്കിൽ അങ്ങനെ നമ്മൾ എഴുതണം. ഇത് ഞാൻ വന്നപ്പോൾ 2-2.5 വർഷം മുന്നേ എഴുതിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയണം കേട്ടോ. അന്ന് ഇങ്ങനെ ആയിരുന്നു, ഇപ്പോഴും ഇങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ അത് എഴുതണം. ഇതാണ് കേസ് സ്റ്റഡി. രണ്ടാമത്തെ എക്സാം അതായിരുന്നു. മൂന്നാമത്തെ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മൂന്നാമത്തേത് എന്ന് പറഞ്ഞാൽ വൈവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ഇൻസ്ട്രക്ടർമാരോ അല്ലെങ്കിൽ ഇതിൻ്റെ എക്സാം നടത്തുന്ന ആളുകൾ അവിടെ ഉണ്ടാവും. അപ്പോൾ ഹംഗറിയിലെ രീതി വെച്ചിട്ട് അവിടെ ഒരു 10-20 കാർഡുകൾ ഇരിക്കണം. ആ കാർഡിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആ കാർഡിൽ എന്താണോ വിഷയം, ആ വിഷയത്തിനെ പറ്റി 3 ചോദ്യങ്ങൾ അവർ ചോദിക്കും. വിഷയങ്ങളെ പറ്റിയിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഈ കേസ് സ്റ്റഡിക്ക് വന്ന പോലെ തന്നെയുള്ള വിഷയങ്ങളായിരിക്കും. ഇപ്പോൾ കബോട്ടേജ് ട്രാൻസ്പോർട്ട് എന്താണ്, അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവിംഗ് ടൈമിനെ പറ്റിയിട്ടായിരിക്കും ചിലപ്പോൾ. അതുപോലെ പല കാര്യങ്ങളും ഒത്തിരി വിഷയങ്ങളുണ്ടല്ലോ. ആ ഒത്തിരി വിഷയങ്ങളെ പറ്റി ഏതെങ്കിലും ഒരു വിഷയത്തിനെ പറ്റി അതിൽ ചോദിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ വിഷയത്തിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. 3 ചോദ്യങ്ങളാണ് അവർ ചോദിക്കുക. അതിനെ പറ്റിയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഇതാണ് അടുത്ത
ഒരു കടമ്പ എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമുക്ക് വരാൻ പോണത് സിമുലേറ്റർ ടെസ്റ്റ്. അതായത് നമ്മുടെ വീഡിയോ ഗെയിം കളിക്കുന്ന പോലെ ഒരു സംഭവമുണ്ട്. വീഡിയോ ഗെയിം കളിക്കുന്ന പോലത്തെ ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ വീഡിയോ ഗെയിം കളിക്കുന്ന ഒരു സംഭവമല്ല, വീഡിയോ ഗെയിം തന്നെ. അതായത് നമ്മൾ ഇതുപോലെ ട്രക്ക് ഓടിക്കുമ്പോൾ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ആംഗിളിൽ, ഈ ആംഗിൾ തന്നെ അവർ ടി വിയിൽ സെറ്റാക്കി തരും. ഡ്രൈവിംഗ് സീറ്റിൽ നമ്മളിരുന്ന് ഓടിക്കുന്ന പോലെ. ഈ ഓടിക്കുന്ന പോലെ ഓടിക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ചിലപ്പോൾ പല ആൾക്കാരാവും വന്ന് വട്ടം ചാടുക, അല്ലെങ്കിൽ വൈൽഡ് ആനിമൽസ് ആവും, അങ്ങനെ പല സാധനങ്ങളും നമ്മുടെ മുന്നിലേക്ക് വന്ന് വട്ടം ചാടും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പം നമ്മുടെ ബ്രേക്കിംഗ് ടൈമും നമ്മൾ എത്ര സമയം എടുത്തു നമ്മുടെ ഇതിന്, അല്ലെങ്കിൽ നമ്മളെന്താ പറയുക, നമ്മൾ എത്ര സമയം കൊണ്ടാണ് അതിനെ പ്രതികരിച്ചത്. നമ്മുടെ മുന്നിലേക്ക് ഒരാൾ വട്ടം ചാടി കഴിഞ്ഞാൽ നമ്മൾ എത്ര സമയം കൊണ്ട് ബ്രേക്കിൻ്റെ മുകളിൽ നമ്മുടെ കാലെത്തി, നമ്മുടെ റിയാക്ഷൻ ടൈമാണ് അതിൽ അവർ കാൽക്കുലേറ്റ് ചെയ്യണം. അത് അതിൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അത് 70% മുകളിൽ അങ്ങോട്ട് ഉണ്ടെങ്കിലാണ് നമ്മൾ ആ ഒരു ടെസ്റ്റ് പാസ്സാവുക. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റാണ്. അതായത് വണ്ടി ഓടിക്കണം നമുക്ക്. അപ്പോൾ ഞങ്ങൾക്കന്ന് ട്രെയിലറല്ല ഉണ്ടായിരുന്നത്, മിനി ട്രക്ക്, ഐ മീൻ എന്താ പറയുക, സാധാ ഇനിയിപ്പോൾ ഇവിടെ എന്തെങ്കിലും പേര് പറയും, അതായത് സാധാ ട്രക്ക് ആൻഡ് ട്രെയിലർ ഇല്ല, നോർമൽ ട്രക്കായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് ടെസ്റ്റിന്. അപ്പോൾ ആ ട്രക്കിലാണ് നമ്മൾ ടെസ്റ്റ്. ഇത്രയും ടെസ്റ്റുകൾ നമ്മൾ പാസ്സായാൽ മാത്രമാണ് നമുക്ക് കോഡ് 95 കാർഡ് കിട്ടുള്ളൂ. കോഡ് 95 നമ്മൾ പാസ്സാവുള്ളൂ. ഇതിൽ ഏത് പോയി കഴിഞ്ഞാലും നമ്മൾ ആ പോയത് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ കോഡ് 95 എക്സാം പാസ്സാവുള്ളൂ. ഇനി ഇതിൽ തന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. 2009 സെപ്റ്റംബറിൽ മുന്നേ ലൈസൻസ് എടുത്ത ആളുകൾക്ക് 2009 സെപ്റ്റംബറിന് ശേഷം ലൈസൻസ് എടുത്ത ആൾക്കാർക്കും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. 2009 മുൻപ് സെപ്റ്റംബർ മുന്നേ ലൈസൻസ് എടുത്ത ആൾക്കാരാണെന്ന് വെച്ചാൽ ഇതിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് വേണ്ട, സിമുലേറ്റർ ടെസ്റ്റ് വേണ്ട, വൈവേയും വേണ്ടെന്നാണ് എൻ്റെ അറിവ്. ആകെ കേസ് സ്റ്റഡി പിന്നെ ടിക്കറ്റിലും മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ഞാൻ മറന്നതാണോന്ന് അറിയില്ല. ഞാൻ അതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് ഞാൻ നമ്മുടെ ചാനലിൻ്റെ ആദ്യത്തെ വീഡിയോസിൽ ഒരു 3ാമത്തെ വീഡിയോയിലാണ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മറന്നുപോയത്, പക്ഷെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ എക്സാമുകൾ അവർ 2009 മുൻപുള്ള ആളുകൾ ആ 2 എക്സാം മാത്രം പാസ്സായാൽ മതി, അല്ലെങ്കിൽ ആ ഒരു സംഭവം മാത്രം പാസ്സായാൽ, അല്ലെങ്കിൽ ജസ്റ്റ് ടിക്കറ്റ് പോയാലും ഇത് മാത്രം മതി. 2009 ശേഷമുള്ള ആളുകൾ എല്ലാം തന്നെ ഇത് ക്ലിയർ ചെയ്താൽ മാത്രമാണ് നമുക്ക് കോഡ് 95 നമ്മൾ പാസ്സാവുള്ളൂ. അപ്പോൾ ആ കോഡ് 95 പാസ്സായാൽ മാത്രമാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം കോഡ് 95 എക്സാം പാസ്സായിട്ട് അടുത്തത് പിന്നെ നമുക്ക് സൈക്കോളജിക്കൽ ടെസ്റ്റ് വരും. സൈക്കോളജിക്കൽ ടെസ്റ്റും പാസ്സാവണം. പിന്നെ അത് രണ്ടും നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ പ്ലസ് നമ്മുടെ IDP വെച്ചിട്ട് നമുക്ക് ടാക്കോ കാർഡിന് അപ്ലൈ ചെയ്യാം. ടാക്കോ കാർഡിന് അപ്ലൈ ചെയ്തിട്ട്, ടാക്കോ കാർഡ് അപ്ലൈ IDP വേണ്ടെന്ന് തോന്നുന്നു, പക്ഷേ ഈ GK കാർഡ് വേണമെന്ന്. അപ്പോൾ ടാക്കോ കാർഡിന് അപ്ലൈ ചെയ്യാം. ടാക്കോ കാർഡ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കമ്പനി ഉണ്ടാക്കുന്ന ഒരു പേപ്പറാണ് മറ്റേ പിങ്ക് കാർഡ് എന്നൊക്കെ പറയും. അതായത് നമുക്ക് ഇൻ്റർനാഷണൽ ഓടാൻ വേണ്ടിയിട്ട് ഈ രാജ്യത്ത് പോലുള്ള ഒരു ഇതാണ്, അതിനൊരു പിങ്ക് പേപ്പർ എന്ന് പറയും. ആ പിങ്ക് പേപ്പർ സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് വെച്ചിട്ട് നമുക്ക് ജോലി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഐ മീൻ ഡ്രൈവിങ്ങിനായിട്ട് നമുക്ക് ഡ്യൂട്ടിക്ക് ഇറങ്ങാം. പിന്നെ ആ ഡ്യൂട്ടി നമ്മൾ കഴിഞ്ഞ ഒരു 6 മാസം കഴിയുമ്പോൾ നോർമലി ലീഗലി അവർ ഇപ്പം ഞാൻ ഒരു പോലീസുകാരനെ ഒരു പ്രാവശ്യം ഇതുപോലെ തന്നെ പിടിച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുള്ളി ബെൽജിയത്ത് വെച്ച് തന്നെ പിടിച്ചത്, ബെൽജിയത്തെ പോലീസുകാരൻ പറഞ്ഞത്, നമ്മൾ എന്നാണോ ഇവിടെ വന്നിട്ട് നമ്മുടെ പാസ്പോർട്ടിൽ എന്നാണോ നമ്മൾ യൂറോപ്പിൽ ഇറങ്ങിയതിൻ്റെ സീല് വെച്ചിട്ടുള്ളത്, ആ സീല് വെച്ച അന്ന് തുടങ്ങിയിട്ടുള്ള 6 മാസമാണ് ഇതിൻ്റെ വാലിഡിറ്റി. അതായത് നമുക്ക് ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് കിട്ടുന്നത് 1 വർഷത്തിനായിരിക്കും. പക്ഷേ ആ നമ്മൾ എയർപോർട്ടിൽ വന്നിറങ്ങി അന്ന് തുടങ്ങിയിട്ടുള്ള അടുത്ത 6 മാസമാണ് ഇതിൻ്റെ വാലിഡിറ്റി എന്നാണ് ബെൽജിയത്തെ ഒരു പോലീസുകാരൻ പറഞ്ഞത്. പക്ഷേ 1 വർഷമായിട്ടും അത് വീണ്ടും പുതുക്കിയിട്ടും ഒക്കെ ഓടിക്കുന്ന ആളുകളുണ്ട്. അത് എന്താ പറയുക, ഇനി പോലീസുകാർക്ക് ആ നിയമത്തിൽ പല രാജ്യങ്ങളിലും പല രീതിയിലായതുകൊണ്ട് അതിനെപ്പറ്റി അറിയാത്തതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല. പക്ഷെ പോയിട്ടുണ്ട്. പക്ഷെ ആ സെയിം സംഭവത്തിൻ്റെ പേരിൽ വഴിയിൽ വണ്ടി പിടിച്ച് നിർത്തിയ സംഭവങ്ങളുണ്ട്. ഈ IDP 1 വർഷമായി അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിടിച്ചു നിർത്തിയ സംഭവങ്ങളുണ്ട്. അത് നിസ്സാര സംഭവമുള്ള ഒരു 1% 2% കേസുകൾ നമ്മൾ അങ്ങനെ കേട്ടിട്ടുള്ളൂ. പക്ഷെ അങ്ങനെയാണ് അതിൻ്റെ ഒരു വശം എന്നാണ് നമുക്കുള്ള അറിവ്. ഞാൻ മറ്റേ നിയമപുസ്തകത്തിൽ പഠിച്ചതല്ല. എന്നെ ഒരു പ്രാവശ്യം പോലീസ് ഇതുപോലെ സ്റ്റോപ്പ് ചെയ്തപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചായിരുന്നു. പുള്ളി നമ്മളോട് കുറച്ച് എന്താ പറയുക, വണ്ടിയുടെ ഒരു ഡോക്യുമെൻ്റ് മിസ്സിംഗ് ആയിരുന്നു. അപ്പോൾ അത് കമ്പനിയിൽ നിന്ന് അയച്ചു തരുന്നവരെ നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആ ഒരു സമയത്തുണ്ടായ ഒരു സമയത്ത് ഞാൻ ചോദിച്ചപ്പോഴാണ് പുള്ളി എനിക്ക് അതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഇന്നതാണെന്ന് പറഞ്ഞത്. ഇത് ബെൽജിയത്തെ കാര്യം ഞാൻ പറഞ്ഞിട്ടാണ്. ബെൽജിയത്ത് വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അപ്പോൾ അതാണ് കാര്യങ്ങൾ. അത് കഴിഞ്ഞ് നമുക്ക് ഡ്യൂട്ടി തുടങ്ങാം അടുത്ത 6 മാസം, അല്ലെങ്കിൽ എന്നാണോ IDPയുടെ വാലിഡിറ്റി തീരണതിൻ്റെ മുന്നേ. അത് ലീഗലായിട്ടുള്ള കാര്യമാണോ അല്ലെന്ന് എനിക്കറിയില്ല. പക്ഷേ നോർമലി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കണം. IDP തീരുന്നതിൻ്റെ മുന്നേ നമുക്ക് നമ്മുടെ ലൈസൻസ്, ഇന്ത്യൻ ലൈസൻസ് IDP നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അത് കൺവേർട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്കത് ആ രാജ്യത്ത് ലൈസൻസ് ആക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് കാര്യം. നമ്മൾ കോഡ് 95നെ പറ്റിയിട്ട് പറഞ്ഞു വെച്ചാലും അത് കുറച്ചും കൂടി ഒന്ന്
ഇത് നീണ്ടുപോയി. എന്നാലും സംഭവം ഇത്രേ ഉള്ളൂ. കോഡ് 95 എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ബാഡ്ജ് ടെസ്റ്റ് പോലെ തന്നെ നടത്തുന്ന ഒരു ടെസ്റ്റാണ്. ആ എക്സാം പാസ്സാവായാലാണ് നമുക്കിവിടെ ട്രക്ക് ഓടിക്കാൻ പറ്റും. നമ്മുടെ ലൈസൻസിന് പകരം നമ്മുടെ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് നമ്മൾ താൽക്കാലികമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ കോഡ് 95 കോഡ് 95 തന്നെ വേണം. ഇത് പാസ്സായാലാണ് നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഇത് പോളണ്ടിലാണെങ്കിലും സ്ലോവാക്യയിലാണെങ്കിലും ലിത്വാനിയയിലാണെങ്കിലും ലാത്വിയയിലാണെങ്കിലും ഹംഗറിയിലാണെങ്കിലും എല്ലാം എൻ്റെ അറിവിൽ കോഡ് 95 എക്സാം പാസ്സായാൽ മാത്രമേ വണ്ടി ഇറങ്ങാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വണ്ടിയിലേക്ക് ഡ്യൂട്ടി കോഡ് 95 ഇല്ലാതെ വണ്ടിയിലേക്ക് കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ലൈസൻസ് പിന്നീട് എടുത്താൽ മതി. ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് വെച്ച് നമുക്ക് വണ്ടി ഓടിക്കാം, ലൈസൻസ് പിന്നീട് എടുത്താൽ മതി. പക്ഷേ കോഡ് 95 നമ്മൾ ആദ്യം എന്തായാലും പാസ്സാവണം. പിന്നെ സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ അറിവിലും ഈ പറഞ്ഞ ലാത്വിയയിലും സ്ലോവാക്യയിലും ഹംഗറിയിലുണ്ട്, പോളണ്ടിലും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത് ഹംഗറിയിലെ ഞാനൊക്കെ സൈക്കോളജി ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇത്തിരി ടാസ്ക് പിടിച്ച പരിപാടിയായിരുന്നു. പക്ഷെ ഇപ്പം അത് കുറച്ച് നിയമങ്ങളൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. കാരണം എൻ്റെ കൂടെ വന്ന 2 ചേട്ടന്മാർക്ക് ഇതുപോലെ 2 പ്രാവശ്യം അവർ ഫെയിലായപ്പോൾ പിന്നെ 6 മാസമായിട്ട് ഡേറ്റ് എടുക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാണ്. അപ്പോൾ അന്ന് അങ്ങനെയായിരുന്നു. ഇപ്പം സിമ്പിളായിട്ടുണ്ടെന്ന് പറയുന്നു. വ്യക്തമായിട്ട് എനിക്കറിയില്ല, റീസെൻ്റായിട്ട് ഇപ്പോൾ അവിടെ നിന്ന് എടുത്താലും എനിക്ക് പരിചയമില്ല. അപ്പോൾ അത്രയൊക്കെയാണുള്ള കാര്യങ്ങൾ. അപ്പോൾ കോഡ് 95 പറ്റിയിട്ട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇനി ഇതിനകത്ത് കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളുണ്ട് അല്ലെങ്കിൽ കോഡ് 95 പറ്റിയിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഇത് നമുക്ക് കറക്റ്റ് ചെയ്യാം. എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങളാണെങ്കിൽ ഞാൻ ആരെങ്കിലും വെച്ച് അന്വേഷിച്ച് അതിനെ പറ്റിയിട്ട് കറക്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള വിവരങ്ങൾ ഞാൻ തരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ലൈക്കും സബ്സ്ക്രൈബിൻ്റെ ഒക്കെ ഒപ്പം തന്നെ, അല്ലെങ്കിൽ അതൊന്നും ചെയ്തില്ലെങ്കിലും ചെയ്യേണ്ട കാര്യമാണ് കമൻറ്റ്. നിങ്ങളുടെ കമൻറ്റ് അഭിപ്രായങ്ങൾ അറിഞ്ഞിട്ട് വേണം നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാനായിട്ട്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ കാര്യങ്ങളൊന്നും മറക്കണ്ട. ഇങ്ങോട്ട് വരാനുള്ളൊരു ക്ഷമയോട് കൂടിയിട്ട് കാത്തിരിക്കുക. എന്തായാലും പുതിയ കാര്യങ്ങളൊക്കെ എന്താ പറയുക, അപ്ഡേഷനുകളൊക്കെ മാർച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും പുതിയ അപ്ഡേഷനുകളൊക്കെ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. ആ കൂട്ടത്തിൽ ഞാനും ഇരിക്കുന്നുണ്ട്. നമ്മുടെയും കുറേ അനിയന്മാരും ചേട്ടന്മാരൊക്കെ ഇതുപോലെ വരാൻ വേണ്ടി ദിവസങ്ങൾ കാത്തിരിക്കുകയാണ്. എന്തായാലും നമുക്കെല്ലാം ശുഭപ്രതീക്ഷയോട് കൂടിയിട്ട് എല്ലാവർക്കും കൂടെ എത്താൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ അപ്പോൾ നമുക്ക് ബെർലിനിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ പോയ ഇന്ത്യൻ ആദിത്യ ബിർള ഗ്രൂപ്പിൻ്റെ കമ്പനിയിലേക്ക് തന്നെയാണ് ലോഡറൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.